അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ പരസ്പരം ഉൾപ്പെടുത്തുക. അപ്പോൾ ഇന്ന് ഞാൻ പറയണത് നിങ്ങളെല്ലാവരും ആ 40 ദിവസത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ, അത് ചെയ്യലുണ്ടോ? ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് യാ അസീസു യാ അല്ലാ എന്നുള്ള ദിക്റ് 40 ദിവസം 40 പ്രാവശ്യം ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പെട്ടെന്ന് പോവുകയാണിത് കാരണമാകും. അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ വേറൊരു കാര്യം ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അതിൻ്റെ എനിക്ക് ഫലം കിട്ടിയാൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്. അത് ആ ദിക്റ് ഏതാണെന്നറിയോ? യാ ബദീഉൽ അജാഇബി ബിൽ ഖൈരി യാ ബദീഉ. ഇത് 1200 പ്രാവശ്യം 12 ദിവസമാണ് കേട്ടോ. അപ്പോൾ അത് ചൊല്ലിയിട്ട് ഫലം കിട്ടിയാൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്. ഫലം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും ദുആ ചെയ്യണം കേട്ടോ. നമ്മൾ ദുആയാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് 5 വക്ത് നിസ്കാരം നമ്മൾ കളാകാതെ നിസ്കരിക്കുക, നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക, നമ്മളെ മക്കൾക്കൊക്കെ നമ്മൾ ഹൈറായ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കട്ടോ. തിന്മകളിൽ നിന്നൊക്കെ നമ്മൾ വേർതിരിഞ്ഞ് നിൽക്കുക. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. ഖുർആൻ ഓതുക, സ്വലാത്ത്, ദിക്റ്, അങ്ങനെ നമ്മളെ ജീവിതം നമ്മളെ ലൈഫ് നല്ലത് കൊണ്ട് ധന്യമാക്കണം കേട്ടോ. നമ്മളെ മക്കൾക്കൊക്കെ നമുക്ക് കിട്ടണ ഓരോ അറിവും നമ്മളെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എനിക്ക് എൻ്റെ അമ്മ ഇന്നലെ പറഞ്ഞൊരു അറിവായിരുന്നു കേട്ടോ. യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാ. ഈ ദിക്റ് നമ്മൾ ഒരു നിശ്ചിത എണ്ണം കണക്കാക്കിയിട്ട് നമ്മൾ ചൊല്ലിയാൽ ഫലം ഉറപ്പാണ്. അള്ളാഹുവിൻ്റെ അർശ് വരെ കുലുങ്ങുന്നൊരു ദിക്റാണ് കേട്ടോ. അത്രക്കും പവർഫുള്ളാണ്. ഇത് ചൊല്ലിയാൽ നമ്മളെ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ മറ്റേത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ യാ അസീസ് യാ അല്ലാഹ് ഈ ലൈവ് ഇടലൊക്കെ എനിക്ക് നമുക്ക് നമ്മൾ സ്ത്രീകളായതുകൊണ്ട് തന്നെ നമുക്ക് പല സന്ദർഭം നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കി എത്താനങ്ങോട്ട് ആവണില്ല. അതുകൊണ്ടാണ് ഞാനത് ഇടാത്തത്. പിന്നെ ഇന്ന് ഞാൻ പറയണത് അൽഹംദുലില്ലാ ആവശ്യ പൂർത്തീകരണത്തിനുള്ള ഒരു ദുആയാണ്, ഒരു പ്രാർത്ഥനയാട്ടോ. ഇന്ന് ഞാൻ ഒരു ദിക്റൊക്കെയാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ യാ അസീസു യാ അല്ലാ എന്നുള്ളത് 40 ദിവസം ലൈവായിട്ട് ഇടണം എന്നൊക്കെ ഞാൻ പറഞ്ഞിനി. പക്ഷെ നമുക്ക് സാഹചര്യം നമുക്ക് എപ്പോഴും ഓക്കെ ആവില്ല. ചിലപ്പോൾ ഇന്നത്തെ സാഹചര്യം ആവില്ല, നാളത്തെ ആവില്ല ഇന്ന് പറഞ്ഞ മാതിരിയാണ്. അതങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സമയം ഉണ്ടാക്കി ചെയ്യാൻ ചിലപ്പോൾ രാത്രിയും അതിലേറെ സമയമൊക്കെ പിടിക്കുക കേട്ടോ. പിന്നെ മക്കൾസ് വന്ന് കണ്ട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കും. ഓർക്ക് ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കാരം ഓൽക്കില്ലാത്ത സംശയങ്ങളും ഉണ്ടാവില്ല, ഇല്ലാത്ത ഡൗട്ടും ഉണ്ടാവില്ല പറഞ്ഞ മാതിരിയാണ്. ആരെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ആ സമയത്ത് വിളിച്ചു നമ്മളൊന്ന് ഫ്രീ ആയിട്ട് കുറച്ചൊരു ലൈവ് ഇടാൻ വേണ്ടിയൊക്കെ നിൽക്കുമ്പോഴേക്കാരം, അല്ലെങ്കിൽ ഫോൺ കോൾ ആരെങ്കിലും വർത്താനം അറിയാൻ അങ്ങനെ വിളിക്കണോലേക്കാരം, അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ അങ്ങനെ ഓരോ ഓരോ തിരക്കിൽ ഓരോ ബിസി പറഞ്ഞില്ലേ, അങ്ങനെ നമ്മളെ ലൈഫേ അങ്ങനെയാണല്ലോ. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഞാനത് നിർത്തിയത്. അപ്പോൾ എന്നാലും നിങ്ങളൊക്കെ ചിലർ ഞാൻ ഇൻഷാ അല്ലാ സമയം കണ്ടെത്തിയിട്ട് പിന്നെ രാത്രിയൊക്കെയാണ് ഈ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രിയൊക്കെയാണ് നമുക്ക് സമയം കിട്ടുക അല്ലേ. പിന്നെ ആ സമയത്തിന് എല്ലാവരും അതൊരു ബുദ്ധിമുട്ടല്ലേ വിചാരിച്ചിട്ടോ ആ സമയത്ത് ഇടാത്തത്. ഇപ്പം തന്നെ ഉണ്ടല്ലേ വീട് ചെയ്യുമ്പോൾ ഓരോന്ന് പറഞ്ഞാണ്ട് വരും. അപ്പോൾ ഞാൻ എന്ന് പറയുന്നത് ആവശ്യ പൂർത്തീകരണത്തിന് 450 പ്രാവശ്യം ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നുള്ള ദിക്ർ ചൊല്ലിയാൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പെട്ടെന്ന് പോവുകയാണ് കേട്ടോ. ഒരുപാട് പേര് ചെയ്ത് ഫലം കിട്ടിയ ദിക്റാണ്. അപ്പോൾ എല്ലാവരും ചൊല്ലുക. നമ്മൾ മനുഷ്യന്മാരായതുകൊണ്ട് നമുക്ക് ഒരുപാട് ആവശ്യങ്ങളാണല്ലോ, ദിനം പ്രതി നമുക്ക് ഒരുപാട് ആവശ്യങ്ങളാണുള്ളത് അല്ലേ. 1 2 3 4 പറഞ്ഞ മാതിരി അത്രയല്ല, എത്രങ്ങാനും ആവശ്യം, ഒന്ന് അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് പോവുകയാണെങ്കിൽ തരട്ടെ. അപ്പോൾ നമ്മൾ നല്ല നിയ്യത്തോടു കൂടി ചെയ്യട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.